ഗൈസ് നമുക്ക് PWD പോയി നോക്കാം. എവിടെയാണത്? അപ്പുറത്തെ ബിൽഡിങ്. ഗൈസ് ഇത് വന്ന് ഇരിക്കുകയാണ്. എന്തായാലും ഇതിനെ കണ്ടിട്ട് ഇപ്പോൾ നമുക്ക് എന്തായാലും സംസാരിക്കുക. സാർ ഈ റോഡിൻ്റെ കാര്യത്തിനെ പറ്റി സംസാരിക്കാനാണ്. എന്ത് ചെയ്യാൻ ഇപ്പോൾ അല്ലെങ്കിൽ റോഡിൻ്റെ ഫുള്ളൊരു ഞാൻ പറയാം. അത് ഫുള്ള് പറയുമ്പോൾ അതിപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടാണ്. അല്ല ഞാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം എന്താണ് ഇതിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഈ റോഡ് 6 കോടിയുടെ വർക്കാണ്. കുളപ്പള്ളി മുതൽ ഈ കൊടുവ ജംഗ്ഷൻ വരെ, കൊടുവ നിന്ന് നേരെ റിംഗ് റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ SMP വരെ ഞാൻ 6 കോടിയുടെ വർക്കാണ്. BMPC ആണ് ചെയ്യുന്നത്. ഡ്രെയിനേജ് ഉണ്ട് അതിനകത്ത്. അത് ഡ്രെയിനേജ് വർക്കാണ് കഴിഞ്ഞത്. BMPCയിൽ BM വർക്ക്. ഡ്രെയിനേജ് വർക്ക് പറയുമ്പോൾ എവിടെയൊക്കെ വരുന്നത്? അതായത് ആ വർക്കിൽ ഉണ്ടായിരുന്ന ഡ്രെയിനേജ് തീർത്തിട്ടുണ്ട്. അതായത് അതിനകത്തൊരു ക്വാണ്ടിറ്റി ലെങ്ത് ഉണ്ടായിരുന്നു. അത് ഫുൾ റോഡിൽ ഡ്രെയിനേജ് ഇല്ല. അല്ലെ എവിടെ ഏത് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ വരുന്നതെന്ന് പറയുന്നത്? ഡ്രെയിനേജ് ചെയ്ത് കഴിഞ്ഞു. അത് ഏത് ഏരിയയിലാണ്? അതായത് നമ്മുടെ കോൺവെൻ്റ് ഉണ്ട്. കോൺവെൻറ്റിൻ്റെ അവിടെ ഒരു 30 മീറ്റർ ബാക്കിൽ നിന്ന് ഡ്രെയിനേജ് തുടങ്ങിയിട്ട് അവിടെ നിന്ന് കറങ്ങി വന്ന് ഇതിലേ പോയി അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ആവും. ആ ഒരു എന്താ പറയുക ഇഞ്ചിൻ ഓയിൽ പമ്പ് വലിക്കുമ്പോൾ ഡ്രെയിനേജ് സ്റ്റോപ്പ് ആവും. പിന്നെ വേറെ ഇതിൽ വന്നിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് BM കഴിഞ്ഞു. BM ഒരു 3/4 ഭാഗം ചെയ്തിട്ട് 2023 ഒരു ജൂലൈ ഓഗസ്റ്റാണ്. അതിനുശേഷം കരാറായി പ്രത്യക്ഷപ്പെട്ടുള്ള അയാളങ്ങ് എസ്കേപ്പ് ആയി. കുറേ നാൾ അയാൾക്ക് വേറെ നോട്ടീസുകൾ മാത്രം കൊടുത്തിട്ട് ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ടെർമിനേറ്റ് ചെയ്ത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇതുവരെ ചെയ്ത വർക്കിൻ്റെ ഇപ്പോൾ ശമ്പളം കെട്ടി വയ്ക്കണം. മാത്രമല്ല അയാൾക്ക് BMൻ്റെ പൈസ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ 2 സിറ്റുവേഷനുണ്ട്. ഈ BM ഒരു 2 മഴ സീസൺ കിടന്നാൽ പിന്നെ അത് കാര്യമില്ല. പിന്നെ അത് BMയുടെ വെള്ളം ഇറങ്ങുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ല സംഭവിക്കുക പറയുമ്പോൾ ചെയ്യേണ്ട പണി നേരം പോലെ ജീവിച്ചിങ്ങനെ വരില്ലായിരുന്നു. അല്ല അതാണ് ഇപ്പം ഞാൻ ഒന്ന് പറയട്ടെ. ഇപ്പോൾ കോൺവെന്റ് റോഡ് ടൗണിലേക്ക് പോണ റോഡ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. ഇപ്പൊക്കെ ഇതിന്റെ ഒപ്പമല്ല, ഇതിന് മുന്നേ ഒരു കോൺക്രീറ്റ് ഒരു ടാറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനീ പറയുന്നത് 2023. ഞാൻ വന്നിട്ടില്ല, ഞാൻ പറഞ്ഞ മുമ്പ് ആര് വന്നാലും നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് പറയാനേ പറ്റുള്ളൂ. അല്ല ഞാൻ ഇപ്പൊ നമുക്ക് എന്താ കറണ്ട് സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഈ നമ്മുടെ ഈ പാലത്തിന്റെ അപ്പുറം ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ രാവും പകലുമാണ്. അത് ചെറുതുരുത്തി പഞ്ചായത്ത് പോയി കഴിഞ്ഞാൽ റോഡും അവിടുത്തെ വികസനവും എല്ലാം അടിപൊളിയായിട്ട് നടക്കും. നേരെ ഇൻ കേസ് നമ്മുടെ ഷൊർണൂർക്ക് വരുമ്പോൾ റോഡ് മുതൽ ഒന്നുമില്ല ഇവിടെ. നമുക്ക് ഇതിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ കാരണം. ഇതിപ്പോൾ നിങ്ങൾ ഇടയിലൊന്ന് റോഡ് പണിയും, ഒരു മഴ പെയ്താൽ പൊളിയും. ഇപ്പോൾ ഈ ഫസ്റ്റ് നമ്മുടെ മറ്റേ മെറ്റലിൻ്റെ അവിടുത്തെ റോഡ് അത് ചെയ്തിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ പൊളിഞ്ഞു. എന്നിട്ട് പിന്നെ നിങ്ങൾ പാച്ച് വർക്ക് ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ അവിടെ പൊളിഞ്ഞു. അല്ല അതൊരു കാര്യം പറയാം. അതായത് ആ BM ചെയ്തിട്ട് ഈ BM എന്ന് പറയുമ്പോൾ ബിറ്റുമിനസ് മെക്കാഡും ബിറ്റുമിനസ് കോൺക്രീറ്റും 2 ലെയർ ചെയ്യണം. ഈ ബിറ്റുമിനസ് മെക്കാഡും എന്ന് പറയുന്നത് ബലം ഉള്ളതും എന്നാൽ വെള്ളം കടത്തി വിടുന്ന ലെയറാണ്. ഈ ബിറ്റുമിനസ് കോൺക്രീറ്റ് 2 ലെയർ ചെയ്താൽ നമ്മൾ കോൺട്രാക്ട് പേയ്മെൻറ്റ് കൊടുക്കണം. ഈ ബിറ്റുമിനസ് മെക്കാഡും ഫുൾ ചെയ്തിട്ട് അയാൾ ചിലപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് പോവാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പറയും, ഞങ്ങളൊക്കെ തിരിച്ച് പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കാൻ നമ്മൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആ BMൻ്റെ ഒരു പൈസ കൊടുക്കാം. വിജിലൻസിന്റെ പല അന്വേഷണം വിജിലൻസ് അന്വേഷണം വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഈ പേയ്മെന്റ് കൊടുത്തില്ല. ആ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്ന ട്രാൻസ്ഫർ വിട്ടാണ് സംഭവം. അങ്ങനെ ഞങ്ങൾക്ക് സംബന്ധിച്ചിട്ട് എങ്ങനെയും ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അത് അയാൾ ഒഴിവാക്കി പുതിയ ആൾ വന്നു. പുതിയ ആൾക്ക് സെലക്ഷൻ നോട്ടീസ് കൊടുക്കും. സെലക്ഷൻ നോട്ടീസ് പറഞ്ഞാൽ അയാൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പുതിയ സെലക്ഷൻ നോട്ടീസ് എഗ്രിമെന്റ് വെച്ചിട്ടില്ല. സെലക്ഷൻ നോട്ടീസ് വെച്ച് ഒരാഴ്ച മുമ്പ് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ മാറുമ്പോൾ ഇയാളെ കൂടെ BM ചെയ്യിക്കാം. ആ ഒരു ഓപ്ഷനാണ് ഉള്ളത്. പഴയ ആൾ ഇതേപോലെ ഇട്ടിട്ട് പോയാൽ അയാൾക്ക് മുമ്പ് ചെയ്ത വർക്കിന് 30%, അതായത് 2 കോടി സംതിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. അതിന് 30% ഗവൺമെൻറ് കെട്ടിയിരിക്കുന്നത്. ഇതാണ് ഇത് നിയമപരമായിട്ട് കാര്യം. ബാക്കി പബ്ലിക്കിൻ്റെ കാര്യങ്ങൾ അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അതിന് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നമുക്ക് റോഡ് ഇങ്ങനെ കിടക്കാൻ പറ്റില്ല, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം നമുക്കിത് കൂടെ സുഖമായിട്ട് പോകണമെന്നുണ്ട് വെച്ചാൽ ഈ കുഴി നിങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് അടയ്ക്കണം. ഇത് കുഴി പറയുമ്പോൾ ചെറിയ കുഴിയല്ല. നമ്മൾ ഈ ഇത്ര വണ്ടി റോഡിൽ ടാക്സും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് മര്യാദയ്ക്ക് റോഡിലൂടെ പോകാൻ പറ്റുന്നില്ല വെച്ചാൽ എന്തിനാ നമ്മൾ റോഡിൽ ടാക്സ് അടയ്ക്കണം? ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളിതൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സാറിന്? ഞങ്ങൾക്ക് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ കരാറിന്റെ കേസ് പിടി. കരാറിന് എന്തായാലും സമയം എടുക്കും, അത് നമുക്കറിയാം. കാരണം ഈ ഷൊർണൂർ നഗരസഭ നമ്മൾ കാലങ്ങളായിട്ട് കാണാം. നിങ്ങൾ റോഡ് പണിയും ഒരു സീസൺ കംപ്ലീറ്റ് ആവില്ല, അതിന് മുന്നേ പൊളിയും റീടാർ നമ്മുടെ മെറ്റലിന്റെ അവിടുത്തെ റോഡ്. ആ റോഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് 2023 BM ചെയ്തത് ബാക്കി ഈ കരാറുകാരുടെ സ്വന്തം ചെലവിൽ. അപ്പൊ നിങ്ങൾ ഈ കരാർ കൊടുക്കുമ്പോൾ ആളെ പറ്റി അന്വേഷിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പണിയെടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണോ? കരാർ കൊടുക്കുന്നത് കോഴിക്കോട് ആസ്ഥാനത്ത്. അവിടെ നിന്നാണ് കരാർ. ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും അറിയില്ല. ഞങ്ങളുടെ 2 സ്റ്റെപ്പ് ഹയർ ഓഫ്. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഹയർ ഓപ്ഷനാണ് ഇത്.
ഇവിടെ നിന്ന് പോലും എഗ്രിമെന്റിന് പവർ ഇല്ല. ഇതിന്റെ ഹൈ റോസൺ പാലക്കാട്, അവിടെ എഗ്രിമെന്റിന് പവർ ഇല്ല. കാരണം 6 കോടിയുടെ വർക്കാണ്. ഈ 6 കോടി വർക്ക് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല കാര്യങ്ങളല്ല. അത് കോഴിക്കോട് നിങ്ങളുടെ സറൗണ്ടിൽ വരുന്ന ഏരിയയില്ല. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യും എഗ്രിമെന്റ് വെക്കേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. എഗ്രിമെന്റിന്റെ കേസല്ല, ഇൻ കേസ് റോഡ് പണിയുമ്പോൾ നിങ്ങൾ ചെക്കിങ് കാര്യങ്ങളൊന്നും നടത്തില്ല. ആര് ചെക്ക് ചെയ്യണം? നിങ്ങൾ റോഡിന്റെ ക്വാണ്ടിറ്റി അവരെങ്ങനെ മെറ്റീരിയൽസ് ഇറക്കണമെന്ന് നമ്മൾ ചെയ്യില്ല. DM ചെയ്തിട്ട് പോയതാണ് പണി. DM ചെയ്തിട്ട് BC ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ റോഡ് 1 വർഷം 1.5 വർഷം കഴിഞ്ഞ് ഇതേ അവസ്ഥ. ഈ റോഡ് അല്ല ആവാൻ തുടങ്ങിയെന്ന് ഓൾറെഡി. ഇനിയിപ്പോ ഒന്നും ഇനിയിപ്പോ ഈ കുണ്ടുകുഴി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് പുതിയ എഗ്രിമെന്റ് വെച്ചിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഈ കുണ്ടുകുഴി കൂടെ തന്നെ പോകണമെന്നാണ് അർത്ഥം. നമുക്ക് വേറെ വഴിയില്ല, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വേറെ വഴിയില്ല പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ റോഡിൽ ടാക്സും നമ്മുടെ വണ്ടി ഒന്നും അടച്ചില്ല സാർ. നമുക്ക് തന്നെ പണി ഓട്ടെ. ഇനിയിപ്പോൾ ഏതെങ്കിലും ബൈക്ക് യാത്രക്കാർ വണ്ടി കുഴിയിൽ വീണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കൈമലർത്തും, അത്രേ ഉള്ളൂ. അവരുടെ കുടുംബത്തിന് പോയി അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. അതിന്റെ നിയമം നമ്മുടെ നേരെ വരും, ഞങ്ങളുടെ ദിവസന്മാരെ നേരെ എന്ത് വരുന്നത് എത്രത്തോളം പോകുന്നു എല്ലാവരും പറയണത്. ഇത് കാലം നമുക്ക് ഇത്രേ പറയുള്ളൂ. ഈ റോഡ് ഇങ്ങനെ ഇടാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ വണ്ടി ബ്ലോക്ക് ചെയ്യും, റോഡിൽ ഞാൻ വണ്ടി ഇടും. അല്ല പ്രശ്നം ചെയ്തിട്ടില്ല. നിങ്ങൾ ഒന്നെങ്കിൽ അത് താൽക്കാലികമായിട്ട് അവിടെ കോറി വേസ്റ്റ് എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തേ പറ്റും. അതിനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ അവർ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. അല്ല അവര് ചെയ്ത് അത് കഴിഞ്ഞു, ചെയ്യാത്ത ഒരാളാണ് കഴിഞ്ഞു, അത് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കോൺട്രാക്ട് വരെ എന്തെങ്കിലും സമയം എടുക്കും. ആ സമയം എന്ന് പറയുന്നത് അയാൾ നമുക്ക് അയാൾക്ക് ചെയ്യാൻ പറ്റും. അത് എത്ര സമയം എടുക്കും? അതായത് സെലക്ഷൻ നോട്ടീസ് കൊടുത്തെങ്കിൽ 1 മാസത്തിനുള്ളിൽ കോൺട്രാക്ട് വയ്ക്കും. 1 മാസത്തിനുള്ളിൽ സെലക്ഷൻ നോട്ടീസ് കൊടുത്തിട്ട് ഇപ്പോൾ 1 ആഴ്ച 2 ആഴ്ചയുടെ അടുത്തായിട്ടുണ്ട്. ഞാൻ അവരുടെ ഇത് തരാം. അല്ല എനിക്ക് അവരുടെ അടുത്ത് ഒന്നും വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഷൊർണൂരാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇവിടുത്തെ ഓഫീസിലൊന്ന് സംസാരിച്ചാൽ മതി. ആയിക്കോട്ടെ. അല്ല ഇനിയിപ്പോൾ ഈ കുണ്ടുമൊഴി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ കൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും അടയ്ക്കാൻ പറ്റുമോ? അതോ നമ്മൾ ഈ കരാറിൽ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാലാണ് അയാൾക്ക് അല്ല അതല്ല എഗ്രിമെന്റിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ കുണ്ടും കുഴിക്കും നമ്പർ കോൺടാക്ട്. അല്ല എനിക്ക് വേണ്ട, നമ്പർ വേണ്ട, എനിക്ക് നമ്പർ വേണ്ട. എനിക്ക് ഇവിടെ വന്ന് സംസാരിച്ചാൽ മതി. ആയിക്കോട്ടെ. ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാണ് ഇവരുടെ. ഞാനൊരു കാര്യം ചെയ്യാം. എല്ലാ ദിവസവും നമ്മൾ രാവിലെ വിളിക്കൂടെ, ഒരാൾ വീണ ആക്സിഡന്റ് ആയിട്ട് നമുക്ക് ഓഫീസിൽ ഇരിക്കാൻ ഒരു ആ മാനസികമായിട്ട് ആരുടെയും ജീവൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഞാൻ കാര്യം പറയാം. ഈ PWD ഫണ്ടില്ലാത്തൊന്നും വിഷയമൊന്നുമല്ല. നിങ്ങൾ ആ റോഡൊക്കെ ആ ഗവൺമെന്റിന്റെ മുന്നത്തെ കുഴിയൊന്ന് പോയി നോക്കും. പോട്ടെ, നിങ്ങളുടെ ചെറിയ ഉമ്മർത്തെ ഈ പമ്പിന്റെ അവിടെ കിടക്കണം. അത് റോഡാണോ തോടാണോ? അതിൽ ആ ഭാഗത്തൊരു ടാറ് കാണിച്ചു തരാൻ പറ്റുമോ? അവിടെ ടാറില്ല, അവിടെ ഫുള്ള് ചാലാണ്. അറിയുകയും ചെയ്യാം. നമുക്ക് എന്താ കിട്ടാത്തൊരു വിഷയം ഇതാണ്. അവരുടെ സൂപ്പർവൈസർ ഞാൻ ഇയാളെ എല്ലാ ദിവസവും വിളിക്കുന്ന ആളാണ്. നിങ്ങൾ അവരെ വിളിക്കുക, അതൊക്കെ നിങ്ങളുടെ പറയാൻ പറ്റും. നിങ്ങളൊന്ന് മനസ്സിലാക്കി ചേട്ടാ. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഈ വണ്ടി ഓടിച്ച് വണ്ടിക്ക് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും നേരക്കും കാശ് ചെയ്യില്ല. ഇല്ലേ? നമ്മൾ തന്നെ പണിക്ക് പോയിട്ട് നമ്മൾ തന്നെ കാശ് ഉണ്ടാക്കണം. നേരം അതിന് പറയുമ്പോൾ ടാക്സ് അടയ്ക്കണം, ഇൻഷൂർ. ഒരു മിനിറ്റ്, ഇൻഷൂർ, വണ്ടിക്ക് പെട്രോൾ അടിക്കണം. ഇതൊക്കെ അടിച്ചിട്ട് ഇങ്ങനത്തെ റോഡ് കൂടെ പോകണം. പിന്നെ എന്തിനതൊക്കെ അടയ്ക്കുന്നത്? വളരെ കഷ്ടമാണ്. ഓട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ബൈക്ക് യാത്രക്കാർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ട് അവരുടെ ആരെങ്കിലും ജീവൻ പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് പോയി. മുബഷിറ എന്താ നിങ്ങൾ ആ ക്വാറി വേസ്റ്റ് എന്തെങ്കിലും ഇടാനായിട്ട് പറഞ്ഞിട്ട് ചെയ്യാത്തത്? എന്താണ് ആ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ 4 ദിവസമായി. ഇവിടെ റോഡിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ഇതുവഴി വന്നു നോക്കി. ഞാൻ മറ്റേ എഗ്രിമെന്റ് വെച്ചോ? ഇത് എമർജൻസി ആയിട്ട് ചെയ്യുന്ന ആരും ഇവിടെ വീണ് മരിക്കാൻ അതന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾ നോക്കിയൊരു കാര്യമില്ല. ഞാൻ അത്ര ഇന്നലെ മറ്റേ ഇത് വിളിച്ചിട്ടുണ്ടായി, അഫ്സൽ വിളിച്ചിട്ടുണ്ടായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായി കാര്യം. അതെ ഇത് എന്താ ചെയ്യാത്തത്? സാധാരണ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആൾക്കാർ പ്രക്ഷോഭമായിട്ട് വരിക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ എപ്പോഴത്തേക്ക് ഉണ്ടാവും? ശരി. ഓക്കെ. ഈ സ്ട്രെച്ച് ഫുള്ളൊന്ന് പോയിട്ട് നോക്കൂ. അത്രയും മോശം. ശരി. ഓക്കെ. നാളെ കൊണ്ട് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല സാറേ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ നിങ്ങളാണ് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത്. ഞാൻ എൻ്റെ ഇത് പറയുന്നത് സർക്കാർ കാര്യങ്ങൾ മുറ പോലെ പറയുമ്പോഴേക്കും ആൾക്കാർ ചത്തുപോകും. അത് വേറെ കേസ്.
ഞങ്ങൾക്ക് അത്രയും ടെൻഷൻ ഓരോ ദിവസവും ഇവിടെ ആരും വീടും മരിക്കുന്നത് അത്രയും ടെൻഷനാണ് നമ്മൾ കിടന്നുള്ളത്. അത് ഞങ്ങളുടെ ഒരു അവസ്ഥയാണ്. എന്തായാലും നമുക്ക് ഞങ്ങളുടെ ഏസിയാണ് പ്രതികരിക്കുന്നത്. ഇതാണ് നമുക്ക് എന്താ വേണ്ട റോഡിന്റെ കാര്യത്തിൽ ഇപ്പൊ താൽക്കാലികമായിട്ടെങ്കിലും അവിടെ എത്രയും പെട്ടെന്ന് ഇപ്പൊ ആള് പറഞ്ഞ നാളെ ഇവർ പറഞ്ഞതിൽ നോക്കാം. നാളെ ഇവർ സാധനം കൊണ്ടിടുകയാണെങ്കിൽ അന്ന് ഒരാഴ്ചയിൽ കിടക്കും. ഇപ്പോൾ വേസ്റ്റാണ് ഒരാഴ്ച കിടക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പുറത്തേക്ക് വരും. അത് താൽക്കാലികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ശരിയാണ് നിങ്ങൾ ആ റോഡിൽ കൂടെ പോയാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഈ ഒരാൾക്ക് പോകുമ്പോൾ എൻ്റെ ആ കോൺവെന്റിന്റെ ആ കുഴിയിലെ ഫോട്ടോ ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് ഈ പണ്ടത്തെ പോലെ നമുക്കൊരു ഈ കോൺട്രാക്ടറെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ പറ്റും. വേറെ ആൾ പറഞ്ഞാൽ അയാൾ പറയും ഞാൻ ഇങ്ങനെ ചെയ്യണം. അയാൾക്ക് വേറെ സമയം നമ്മൾ ചെയ്ത് കൊടുക്കില്ല. അതുകൊണ്ട് അയാൾ എൻ്റെ വർക്ക് ഞാൻ ചെയ്യും. ഇവരുടെ വർക്ക് ചെയ്യുന്നത് ഇവരെ ഒഴിവാക്കിയ ടീമാണ്. ഈ 2 സംതിങ് കോഴിയുടെ 30% അടയ്ക്കണം. അത് ഇവരത് പിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ പറയുമ്പോൾ അവർക്ക് അങ്ങനെ നമ്മൾ കാണുള്ളൂ. ഈ 2.5 കോടിയുടെ 30% ഇവർ ഇങ്ങടെ കണക്കും കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പൊ റോഡിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. എനിക്ക് അത്രേ വേണ്ടുള്ളൂ. അതിപ്പോ എന്തായാലും ഇപ്പൊ നാളേക്ക് ആള് ചെയ്യുന്നല്ലേ ചെയ്യുന്നതാണ് അത് പറയുന്നത്. അപ്പൊ ചെയ്യൂ. നാളെ നമ്മൾ രാവിലെ ഇന്ന് വൈകുന്നേരം വീണ്ടും വിളിക്കും. നാളെ രാവിലെ വീണ്ടും വിളിക്കും. അപ്പോൾ അവർ വണ്ടി വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അത്രയും മോശം അല്ലെങ്കിൽ ഒരു 4 വർഷം ഈ വർക്ക് ഇറക്കേണ്ടതല്ല. അത്രയും മോശം ടീമാണ്. അത് കാര്യം പിന്നെ അവർക്ക് തന്നെ വർക്ക് കൊടുക്കുന്നത്. അതായത് രണ്ടാമത് വിളിച്ചെടുത്തേക്കുന്നത് ഇവരുടെ തന്നെ ഇനാമി. അത് നിങ്ങളോട് കക്കണ്ടാവുന്ന പറഞ്ഞേ കക്കട് കുറച്ചു റോഡിലാക്കണം. അത്രേ നമ്മൾ പറയുന്നത്. അതാണ് ഇതൊക്കെ നമ്മൾ നിങ്ങൾ ഒരു മിനിറ്റ് പൈതിക്ക് നിങ്ങൾ നോക്കൂ. അല്ല ഇതാണ് അർജന്റ്. ഇതിന്റെ അടുത്ത് 2 കൂടി ഇത് പറയുന്നത് നമ്മുടെ ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം. പമ്പിന്റെ റോഡില്ല. ആക്ച്വലി റോഡില്ല ഇവിടെ. റോഡേ ഉള്ളൂ. പറയുന്നത് ശരിയാണ്. അല്ല ഞാൻ അത്രേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഓൾറെഡി മുന്നേ പൈതിക്കിട്ട് പോയ ആൾക്കാരാണ് രണ്ടാമതും കരാറ് കൊടുത്തത്. നിങ്ങളല്ല, അത് കോഴിക്കോട് സൂപ്രണ്ട് ഓഫീസ്. അതെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാണ് കൊടുക്കുന്നത്. പിന്നെ ഈ പൈതിക്കിട്ട് പോയവർക്ക് എന്തുകൊണ്ട് പിന്നെയും കൊടുക്കുന്നു? അതിന്റെ കമ്മീഷൻ കൊണ്ടാണ്. കാരണം ഈ റോഡ് നിങ്ങൾ കക്കണ്ടെന്ന് ആരും പറയില്ല. കട്ടോളി കുറച്ചെങ്കിലും റോഡിലിറങ്ങണം. അത്ര നമുക്ക് ആഗ്രഹമുള്ളൂ. നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം. ഈ വ്യക്തിക്ക് അല്ലാതെ വേറൊരു വ്യക്തിക്ക് കൊടുക്കണം. അത് ഇയാളുടെ അനുജനോ ചേട്ടനോ ആണോ നോക്കാനുള്ള ക്ലോസ് ഇല്ല. അതാണ് ഒരു ലൂപ്പ് ഹോൾ എന്നത്. ആ ഒരു ലൂപ്പ് ഹോളിലാണ് ഇപ്പം ഈ വർക്ക് ചന്ദ്രൻ എന്നാണ് എടുത്തു. അയാൾ ടെർമിനേറ്റ് ചെയ്തെടുത്തു. രണ്ടാമത് കോട്ട് ചെയ്ത് ചന്ദ്രൻ്റെ അനിയൻ എന്ന് പറഞ്ഞത് രാധാകൃഷ്ണൻ്റെ ആളാണ്. പക്ഷെ അത് കേസിലാണ്, ഇപ്പോൾ കോടതി കേസിലാണ്. അപ്പോൾ MLA നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇയാളുടെ അനിയന് വർക്ക് കൊടുക്കുന്നത്? ഇയാളുടെ അനിയന് വർക്ക് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വേറെ വ്യക്തി ഇയാളുടെ അനിയൻ വേറെ എന്ന രീതിയിലാണ് എഗ്രിമെൻറ്റ് കിടക്കുക. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഇയാളുടെ ഫൈൻ, അതായത് 30%, ചന്ദ്രൻ്റെ വർക്കിൽ 1 കോടിയുടെ വർക്ക് ചെയ്തിട്ട് അതിന് 30%, അതായത് 30 ലക്ഷം രൂപ ഇയാൾ അടയ്ക്കണം. അത് ഫൈനായിട്ട് എന്തോ ആയിക്കോട്ടെ. നമുക്കിപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇത് താൽക്കാലികമായിട്ട് സെറ്റാക്കി തരാൻ പറ്റും? നാളെ നോക്കാം. നാളെ രാവിലെ പറയാം. ഇവിടെ വണ്ടി വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത്ര ദിവസം ഉറപ്പും കാര്യങ്ങളൊന്നും നടക്കുമ്പോൾ നടക്കും. നമുക്ക് നമ്മുടെ ഓഫീസിൽ ചെയ്യാൻ പറ്റും. പുതിയ ആളെ വേണമെങ്കിൽ നടക്കും. അത്രയല്ലേ ഉള്ളൂ. പുതിയ ആൾ ചെയ്ത എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്ത് കൊടുക്കാം. നിങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് അയാൾക്ക് അതിന് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. ഇപ്പോൾ അയാൾ എഗ്രിമെൻറ്റ് വെച്ചിട്ട് അതായത് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്ത് അയാൾ എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ഞങ്ങൾ കൊടുക്കും. ഈ റോഡിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഇത് ഇങ്ങനെ കിടക്കുകയാണ്, നിങ്ങളിത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ചെയ്യണം കൊണ്ട് കൊടുക്കും. ഒരു 3 ദിവസം സമയം വേണേൽ കൊടുക്കും. അതിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ AC കൊടുക്കും. AC ഇതേപോലെ തന്നെ ഹയർ ഓഫീസിലേക്ക് കൊടുക്കും. അവർ അല്ല എഗ്രിമെൻറ്റ് ഞങ്ങളുടെ ഓഫീസിൽ ചെയ്യുന്ന കാര്യമല്ല. അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇത് ലെവൽ ചെയ്യാൻ പറ്റും? പറയാൻ പറ്റില്ല. നടക്കുമ്പോൾ നടക്കും. നമുക്ക് പറഞ്ഞു എഗ്രിമെൻറ്റ് വെക്കണം. എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല. പുതിയ ആളെ എഗ്രിമെൻറ്റ് വെച്ചാൽ മാത്രമേ അയാൾ ഇടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആവണവരെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ തന്നെയാണ് ഞങ്ങൾ അവരോട് പറയുന്നത്. അല്ല ഇതന്നെ എന്തെങ്കിലും പറ്റണവരെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ കണ്ടു തുറക്കണം. എന്തായാലും താങ്ക് യു. ശരി. ഇതാണ് അവസ്ഥ. ഒന്നും നടപടിയാവില്ല. ഇവിടെ നടക്കുമ്പോൾ നടക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റണവരെ കാത്തിരിക്കേണ്ടി വരും. അല്ലാണ്ടൊന്നും നടപടിയാവില്ല ഇവിടെ. ഓക്കെ.